കുറച്ച് ആളുകൾ പറയുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അരിയാഹാരം ഉപേക്ഷിക്കും, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും, നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് ഈ ചോറ് എന്ന് പറയുന്ന അരിയാഹാരം എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്ത് കൃത്യസമയത്ത് കഴിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റുമോ അരിയാഹാരം ഒഴിവാക്കാതെ? അഗൈൻ ഇത് പർപ്പസിലേക്കാണ് വരുന്നത്. നിങ്ങൾ പല സമയത്തും പൂർണ്ണമായിട്ടും അരിയാഹാരം ഒഴിവാക്കാൻ കീറ്റോ ഡയറ്റിലേക്കൊക്കെ പോകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വേണം എന്നുണ്ടെങ്കിലുള്ള ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് നിങ്ങളുടെ പ്ലേറ്റ് ഉൾപ്പെടുത്തി തന്നെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. അത് മലയാളിയുടെ ദേശീയ ഭക്ഷണം ആവുന്നിടത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? 3 നേരം നമുക്ക് അരിയാണ്. നമുക്ക് രാവിലെ ഇഡലിയാണ്, ദോശയാണ്, പുട്ടാണ്, അപ്പമാണ്, ഉപ്മാവാണ്, എന്തും അതെല്ലാം നമുക്ക് അരിയാണ്. അരി അല്ലെങ്കിൽ ഗോതമ്പാണ് അല്ലെങ്കിൽ മൈദയാണ്. ഉച്ചയ്ക്ക് വന്നാലോ ചോറാണ്. ഈ ചോറിനോടൊപ്പം ചോറും കറികളും തോരനും എല്ലാം ഒരുപോലെ അളവിലാകണം എന്നുള്ളതാണ് ഹെൽത്തി പ്ലേറ്റ്. നമുക്കത് ഒരിക്കലും അങ്ങനെ ആവാറില്ല. മലയാളിക്ക് ചോറാണ് പ്രധാനപ്പെട്ട ഘടകം. അതിന്റെ ഏറ്റവും അറ്റത്ത്, ഏറ്റവും സൈഡിൽ, ഏറ്റവും കുറഞ്ഞ അളവിലാണ് എന്ത് ഈ കറികളെല്ലാം വരുന്നത്. വൈകിട്ട് പോകുമ്പോൾ വീണ്ടും കഞ്ഞിയാണ് മലയാളിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ചപ്പാത്തിയാണ് മലയാളി ഇപ്പൊ കഴിക്കുന്നത്. അപ്പം ഇതൊന്നും ഒരു ബാലൻസ് ഉണ്ടാക്കുന്നതല്ല. അവിടെയാണ് ഇഷ്യൂ. മലയാളിയുടെ ദേശീയ ഭക്ഷണത്തെ നമ്മളൊക്കെ പലപ്പോഴും സംശയത്തോടു കൂടിയും അല്ലെങ്കിൽ നിരാശയോടു കൂടിയും നോക്കുന്നത് ഈ പറഞ്ഞൊരു ബാലൻസ് ഉണ്ടാവാത്തോണ്ടാണ്. ഇപ്പോൾ രാവിലെ നിങ്ങൾ പുട്ട് കഴിക്കുമ്പോൾ അതിനോടൊപ്പം കടല ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനോടൊപ്പം ചെറുപയർ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ 1-2 മുട്ട നിങ്ങൾ കഴിച്ചാൽ നല്ലതാണ് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അളവ് വളരെ കൃത്യമായിരിക്കണം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവിടെ ഉണ്ടാവാൻ പറ്റണം. അവിടെ നിങ്ങൾക്ക് ഫൈബർ കണ്ടന്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാകണം, അതിനോടൊപ്പം എന്തുണ്ടാവണം? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം. അതുപോലെയാണ് ഈവനിങ്ങും വരുന്നത്. ഇവിടെ ഒരു ഫാറ്റ് ഇല്ല, ഇവിടെ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്, ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാത്രം ഒരു മേജർ പോർഷനായി നമ്മുടെ 3 നേരത്തെ പ്ലേറ്റിൽ ഇരിക്കുമ്പോഴാണ് മലയാളിയുടെ ആരോഗ്യം, മലയാളിയുടെ ഭക്ഷണം, മലയാളിയുടെ ഭക്ഷണവും ആരോഗ്യം തമ്മിലുള്ളൊരു ബന്ധം ഇതൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പണ്ട് നമ്മുടെ അപ്പൂമ്മമാരിങ്ങനെയല്ലേ കഴിച്ചത്, അമ്മൂമ്മമാരിങ്ങനെയല്ലേ കഴിച്ചത്? അവരങ്ങനെയാണ് കഴിച്ചത്. അവർ അധ്വാനിക്കുന്നത് പോലെ, അവരുടെ ശരീരം അനങ്ങുന്നത് പോലെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ശരീരം നന്നായി വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ രാവിലെ നിങ്ങൾ ഇഡലി കഴിച്ചോളൂ, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോളൂ, വൈകിട്ട് കഞ്ഞി കുടിച്ചോളൂ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാതെ പുതിയ ജീവിതശൈലിയും പഴയ ഭക്ഷണവും എന്നുള്ളത് ശരിയല്ല. ഒന്നെങ്കിൽ നിങ്ങൾ പഴയ ജീവിതശൈലിയിൽ പഴയ ഭക്ഷണം കഴിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ജീവിതശൈലി ആകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോഴാണ് അത് ഹെൽത്തി ആയി മാറുന്നത്.